ഹായ് ഫ്രണ്ട്സ്, PSC ഐഡിയാസിന്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ലോക ചരിത്രത്തിലെ റഷ്യൻ വിപ്ലവത്തെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് മെയിൻ പോയിന്റ്സ് നമുക്ക് നോട്ട് ചെയ്യാം. ലോകത്തിൽ സോഷ്യലിസം എന്ന ആശയം വ്യാപിക്കാൻ കാരണമായ വിപ്ലവമാണ് റഷ്യൻ വിപ്ലവം. ലോകത്തിൽ സോഷ്യലിസം എന്ന ആശയം വ്യാപിക്കാൻ കാരണമായ വിപ്ലവമാണ് റഷ്യൻ വിപ്ലവം. അഖിലസ്ലാവ് പ്രസ്ഥാനത്തിന്റെ വക്താവ് റഷ്യ. റഷ്യൻ വിപ്ലവം നടന്ന വർഷം 1917. റഷ്യൻ വിപ്ലവം നടന്ന വർഷം ഏതാണ്? 1917. റഷ്യൻ വിപ്ലവത്തിന്റെ പ്രവാചകനാണ് ലിയോ ടോൾസ്റ്റോയി. റഷ്യൻ വിപ്ലവത്തിന്റെ പ്രവാചകൻ ആരാണ്? ലിയോ ടോൾസ്റ്റോയി. റഷ്യൻ വിപ്ലവം നടന്ന വർഷം 1917. റഷ്യൻ വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ലിയോ ടോൾസ്റ്റോയി. റഷ്യയിലെ ആദിമ നിവാസികൾ അറിയപ്പെടുന്നത് സ്ലാവുകൾ എന്നാണ്. റഷ്യൻ ചക്രവർത്തിമാർ അറിയപ്പെട്ടിരുന്നത് സാർ എന്നാണ്. സാർ ചക്രവർത്തിമാരുടെ കൊട്ടാരം അറിയപ്പെട്ടിരുന്നത് ക്രെംലിൻ പാലസ് എന്നാണ്. ആധുനിക റഷ്യയുടെ ശില്പി എന്നറിയപ്പെട്ടിരുന്നത് പീറ്റർ ചക്രവർത്തി. ആരാണ് ആധുനിക റഷ്യയുടെ ശില്പി എന്നറിയപ്പെട്ടിരുന്നത്? പീറ്റർ ചക്രവർത്തി. പീറ്റർ ചക്രവർത്തിയുടെ വിദേശ നയം വാം വാട്ടർ പോളിസി. അറിയപ്പെട്ടിരുന്നത് വാം വാട്ടർ പോളിസി. വിളക്കേന്തിയ വനിത എന്നറിയപ്പെട്ടിരുന്നത് ഫ്ലോറൻസ് നൈറ്റിംഗേൽ. ചരിത്രത്തിലെ ഏറ്റവും അനാവശ്യ യുദ്ധം എന്നറിയപ്പെടുന്നത് ക്രിമിയൻ യുദ്ധം. ഏതാണ്? ക്രിമിയൻ യുദ്ധം. റഷ്യക്കെതിരെ ബ്രിട്ടൻ, ഫ്രാൻസ്, ആസ്ട്രിയ എന്നീ രാജ്യങ്ങൾ നടത്തിയ യുദ്ധമാണ് ക്രിമിയൻ യുദ്ധം. എന്താണ്? റഷ്യക്കെതിരെ ബ്രിട്ടൻ, ഫ്രാൻസ്, ആസ്ട്രിയ എന്നീ രാജ്യങ്ങൾ നടത്തിയ യുദ്ധമാണ് ക്രിമിയൻ യുദ്ധം എന്നറിയപ്പെടുന്നത്. ക്രിമിയൻ യുദ്ധം നടന്ന കാലഘട്ടം 1854 മുതൽ 56 വരെയാണ്. ക്രിമിയൻ യുദ്ധം നടന്ന കാലഘട്ടം ഏതാണ്? 1854 മുതൽ 56 വരെ. ക്രിമിയൻ യുദ്ധത്തിന് കാരണമായ റഷ്യൻ നയം ബാൾക്കൺ നയമാണ് ബാൾക്കൺ നയം. ക്രിമിയൻ യുദ്ധം അവസാനിപ്പിക്കാൻ കാരണമായ ഉടമ്പടി പാരീസ് ഉടമ്പടി 1856. പാരീസ് ഉടമ്പടിയാണ് ക്രിമിയൻ യുദ്ധം അവസാനിക്കാൻ കാരണമായ ഉടമ്പടി. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ റഷ്യയിലെ കർഷകരുടെയും തൊഴിലാളികളുടെയും അവസ്ഥ വിവരിക്കുന്ന ലോകപ്രസിദ്ധ റഷ്യൻ കൃതിയാണ് അമ്മ. എന്താണ്? 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ റഷ്യയിലെ കർഷകരുടെയും തൊഴിലാളികളുടെയും അവസ്ഥ വിവരിക്കുന്ന ലോകപ്രസിദ്ധ റഷ്യൻ കൃതി ഏതാണ്? അമ്മ. മാർക്സിസ്റ്റ് ആശയങ്ങൾ കൊണ്ട് തൊഴിലാളികൾക്ക് ആവേശം പകർന്ന സാമൂഹ്യ പരിഷ്കർത്താക്കളാണ് കാൾ മാർക്സും ഫ്രെഡറിക് എംഗൽസും. ആരൊക്കെയാണ്? കാൾ മാർക്സും ഫ്രെഡറിക് എംഗൽസുമാണ് മാർക്സിസ്റ്റ് ആശയങ്ങൾ കൊണ്ട് തൊഴിലാളികൾക്ക് ആവേശം പകർന്ന സാമൂഹ്യ പരിഷ്കർത്താക്കൾ. മാർക്സിസ്റ്റ് ആശയങ്ങളിൽ അധിഷ്ഠിതമായി രൂപം കൊണ്ട പാർട്ടികളാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് ആൻഡ് വർക്കേഴ്സ് പാർട്ടി. 2 പാർട്ടികളാണ്, സോഷ്യൽ ഡെമോക്രാറ്റിക്കും അതുപോലെ വർക്കേഴ്സ് പാർട്ടി. ഈ 2 പാർട്ടികളാണ് മാർക്സിസ്റ്റ് ആശയങ്ങളിൽ അധിഷ്ഠിതമായി രൂപം കൊണ്ട പാർട്ടികൾ. റഷ്യൻ വിപ്ലവത്തിന്റെ മുദ്രാവാക്യം കൃഷിഭൂമി കർഷകന്, പട്ടിണിക്കാർക്ക് ഭക്ഷണം, അധികാരം തൊഴിലാളികൾക്ക്, സമാധാനം എല്ലാവർക്കും എന്നതാണ് റഷ്യൻ വിപ്ലവത്തിന്റെ മുദ്രാവാക്യം. എന്താണ്? കൃഷിഭൂമി കർഷകന്, പട്ടിണിക്കാർക്ക് ഭക്ഷണം, അധികാരം തൊഴിലാളികൾക്ക്, സമാധാനം എല്ലാവർക്കും. ഇതാണ് റഷ്യൻ വിപ്ലവത്തിന്റെ മുദ്രാവാക്യം. തൊഴിലാളികളുടെ സമരം ശക്തമായതിനെ തുടർന്ന് റഷ്യൻ ചക്രവർത്തി രൂപീകരിച്ച നിയമനിർമ്മാണ സഭ ബ്യൂമയാണ് തൊഴിലാളികളുടെ സമരം ശക്തമായതിനെ തുടർന്ന് റഷ്യൻ ചക്രവർത്തി രൂപീകരിച്ച നിയമനിർമ്മാണ സഭ. ഏതാണ്? ബ്യൂമ. രാഷ്ട്രീയ അവകാശങ്ങളും സാമ്പത്തിക പരിഷ്കാരങ്ങളും ആവശ്യപ്പെട്ടുകൊണ്ട് തൊഴിലാളികൾ ഫാദർ ഗപ്പോണിന്റെ നേതൃത്വത്തിൽ പ്രകടനം നടത്തിയ റഷ്യൻ പ്രദേശമാണ് പെട്രോഗ്രാസ്. ഏതാണ്? പെട്രോഗ്രാസ്. രാഷ്ട്രീയ അവകാശങ്ങളും സാമ്പത്തിക പരിഷ്കാരങ്ങളും ആവശ്യപ്പെട്ടുകൊണ്ട് തൊഴിലാളികൾ ഫാദർ ഗപ്പോണിന്റെ നേതൃത്വത്തിൽ പ്രകടനം നടത്തിയ റഷ്യൻ പ്രദേശമാണ്
പെട്രോഗ്രാസ് 1905 ജനുവരി 9 പ്രകടനം നടത്തിയത്. എന്നാണ് 1905 ജനുവരി 9 പെട്രോഗ്രാസ് എന്ന പ്രദേശത്താണ് പ്രകടനം നടത്തിയത്. പെട്രോഗ്രാഡിൽ പ്രകടനം നടത്തിയ 100 കണക്കിന് തൊഴിലാളികൾക്കു നേരെ പട്ടാളം വെടിവെച്ചതിനെ തുടർന്ന് തൊഴിലാളികൾ കൊല്ലപ്പെട്ട സംഭവം അറിയപ്പെടുന്നത് രക്തരൂക്ഷിതമായ ഞായറാഴ്ച എന്നാണ്. രക്തരൂക്ഷിതമായ ഞായറാഴ്ച എന്ന് പറഞ്ഞാല് പെട്രോഗ്രാഡിൽ പ്രകടനം നടത്തിയ 100 കണക്കിന് തൊഴിലാളികൾക്ക് നേരെ പട്ടാളം വെടിവെച്ചതിനെ തുടർന്ന് തൊഴിലാളികൾ കൊല്ലപ്പെട്ട സംഭവം അറിയപ്പെടുന്നതാണ് രക്തരൂക്ഷിതമായ ഞായറാഴ്ച. രക്തരൂക്ഷിതമായ ഞായറാഴ്ച ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്? റഷ്യൻ വിപ്ലവം. റഷ്യൻ വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടതാണ് രക്തരൂക്ഷിതമായ ഞായറാഴ്ച എന്നത്. നിക്കോളസിന്റെ അധികാരത്തിൽ നിന്നും പുറത്താക്കിയ വിപ്ലവമാണ് ഫെബ്രുവരി വിപ്ലവം. എന്താണ്? നിക്കോളാസിന്റെ അധികാരത്തിൽ നിന്നും പുറത്താക്കിയ വിപ്ലവം ഏതാണ്? ഫെബ്രുവരി വിപ്ലവം. രക്തരൂക്ഷിതമായ ഞായറാഴ്ചയ്ക്ക് ശേഷം റഷ്യയിൽ രൂപം കൊണ്ട തൊഴിലാളി സംഘങ്ങൾ അറിയപ്പെട്ടത് സോവിയേറ്റുകൾ എന്നാണ്. എന്താണ് സോവിയേറ്റുകൾ എന്ന് പറഞ്ഞാൽ? രക്തരൂക്ഷിതമായ ഞായറാഴ്ചയ്ക്ക് ശേഷം റഷ്യയിൽ രൂപം കൊണ്ട തൊഴിലാളി സംഘങ്ങൾ അറിയപ്പെട്ടതാണ് സോവിയേറ്റുകൾ എന്ന് പറയുന്നത്. ഫെബ്രുവരി വിപ്ലവം നടന്ന വർഷം ഏതാണ്? 1917 മാർച്ച് 12. 1917 മാർച്ച് 12 ഫെബ്രുവരി വിപ്ലവം നടന്നത്. 1917 ഒക്ടോബർ വിപ്ലവത്തെക്കുറിച്ചുള്ള ലോകത്തെ പിടിച്ചുകുലുക്കിയ 10 ദിവസം എന്ന പുസ്തകം എഴുതിയത് ജോൺ റീഡ്. ലോകത്തെ പിടിച്ചുകുലുക്കിയ 10 ദിവസം എന്ന പുസ്തകം എഴുതിയത് ആരാണ്? ജോൺ റീഡ്. 1917 ഒക്ടോബർ വിപ്ലവത്തെക്കുറിച്ചുള്ള ബുക്കാണിത്. റഷ്യൻ വിപ്ലവത്തിന് കാരണക്കാരനായ കപട സന്യാസി എന്നറിയപ്പെടുന്നത് ആരാണ്? നാസ്പുഡിനാണ്. നാസ്പുഡിനാണ് റഷ്യൻ വിപ്ലവത്തിന്റെ കാരണക്കാരനായ കപട സന്യാസി എന്നറിയപ്പെടുന്നത്. ആരാണ്? റാസ്പുടിൻ. ഇന്ത്യൻ റാസ്പുട്ടിൻ എന്നറിയപ്പെടുന്നത് VK കൃഷ്ണമേനോനാണ്. ഇന്ത്യൻ റാസ്പുട്ടിൻ എന്നറിയപ്പെടുന്നത് VK കൃഷ്ണമേനോൻ. റഷ്യൻ വിപ്ലവത്തിന്റെ സമുന്നത നേതാവാണ് ലെനിൻ. ആരാണ് റഷ്യൻ വിപ്ലവത്തിന്റെ സമുന്നത നേതാവ്? ലെനിൻ. റഷ്യയിൽ ആദ്യമായി പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കിയ ഭരണാധികാരിയാണ് സ്റ്റാലിൻ. റഷ്യയിൽ ആദ്യമായി പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കിയ ഭരണാധികാരി ആരാണ്? സ്റ്റാലിനാണ്. ഇനി നമുക്ക് റഷ്യൻ വിപ്ലവത്തിന്റെ ഫലങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. റഷ്യൻ വിപ്ലവത്തിന്റെ ഫലങ്ങളാണ്: ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്ന് റഷ്യ പിന്മാറി. ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്ന് റഷ്യ പിന്മാറി. ഭൂമി പിടിച്ചെടുത്ത് കർഷകർക്ക് വിതരണം ചെയ്തു. ഏതാണ്? ഭൂമി പിടിച്ചെടുത്ത് കർഷകർക്ക് വിതരണം ചെയ്തു. പൊതു ഉടമസ്ഥതയ്ക്ക് പ്രാധാന്യം നൽകി. കേന്ദ്രീകൃത ആസൂത്രണം നടപ്പിലാക്കി. ഏതൊക്കെയാണ് പറഞ്ഞത്? ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്ന് റഷ്യ പിന്മാറി. ഭൂമി പിടിച്ചെടുത്ത് കർഷകർക്ക് വിതരണം ചെയ്തു. പൊതു ഉടമസ്ഥതയ്ക്ക് പ്രാധാന്യം നൽകി. അതുപോലെ കേന്ദ്രീകൃത ആസൂത്രണം നടപ്പിലാക്കി. അതുപോലെ 1924 പുതിയ ഭരണഘടന വന്നു. 1924 പുതിയ ഭരണഘടന വന്നു. ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ പ്രചരിച്ചു. ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ പ്രചരിച്ചു. സാമ്പത്തിക ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ പുരോഗതി കൈവരിച്ചു. എന്താണ്? സാമ്പത്തിക ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ പുരോഗതി കൈവരിച്ചു. ഇത്രയും കാര്യങ്ങളാണ് ലോക ചരിത്രത്തിലെ റഷ്യൻ വിപ്ലവത്തെക്കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. അടുത്ത ടോപ്പിക്കുമായിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.